ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ഈ സമയത്ത് ഈ തോട്ട്സിന് ഒത്തിരി പ്രാധാന്യമുണ്ടാകും. കാരണം അത് പലരും അതിൻ്റെ മുഖവിലക്കെടുക്കുകയും അത് കണക്കാക്കുകയും ചിന്തിക്കുകയും ചെയ്യും. ഈ പ്രളയ സമയത്ത് ഈ ക്രൈസ്തവ ആത്മീയ വ്യാപാരികളെ ദൈവം തന്നെ പൊളിച്ചെടുക്കി. അതിലേറ്റവും പ്രധാനം ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് ഡിവൈനിൽ പോയിക്കൊണ്ടിരുന്നത് അത്ഭുതം കാണുവാൻ വേണ്ടി, മിറക്കിൾസ്. അവിടെ വെള്ളം കയറിയപ്പോൾ പനക്കലച്ചനൊരു അഭ്യർത്ഥന നടത്തി അധികാരികളോട്, വെള്ളം കയറി, ആഹാരമില്ല, അധികാരികളോട് പറയണം. അച്ഛൻ എന്തുകൊണ്ട് 5 അപ്പവും 2 മീനും വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ സംഭവം നടന്നേനെയല്ലോ. അച്ഛൻ അതല്ലയോ ബേസിക്കലി ആൾക്കാരെ കബളിപ്പിച്ച് പറയുന്ന മിറക്കിൾ ശുശ്രൂഷ. അച്ഛൻ എന്തുകൊണ്ട് കൈ അങ്ങോട്ട് നീട്ടി പറഞ്ഞാൽ മതിയല്ലോ. മഴയെ അങ്ങോട്ട് ശപിക്കുക, അല്ലെങ്കിൽ നിർത്താൻ പറയുക, അണക്കെട്ടിനോട് പറയുക വെള്ളം വരണ്ട, അതോട് സംഭവം മാറി. ഇതൊക്കെയല്ലേ പറയുന്നത്, അതല്ലേ യേശുക്രിസ്തുവും ചെയ്ത്. ഇത് പറഞ്ഞല്ലേ കച്ചവടം നടത്തുന്നത്. അത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. പിന്നെ തിരുവിതാംകൂർ ഭാഗത്തെ ദൈവമക്കൾ, പ്രൊട്ടസ്റ്റന്റ് പെൻറ്റക്കോസ്റ്റൽ വിഭാഗക്കാർ, നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഉപദേശമാരൊന്നും പ്രവചിച്ചില്ലയോ ഈ പറയുന്ന മഴ വരും, ശബരി ഡാം തുറക്കുമെന്നും, പമ്പ നിറഞ്ഞു കവിയുമെന്നും, അച്ചൻകോവിലാറിൽ വെള്ളം കയറുമെന്നും? മനസ്സിലാക്കുക, ദൈവമക്കളുടെ അടുത്തേക്ക് വെള്ളം വരില്ല. കാരണം ദൈവമക്കളെ ഒരു കാരണവശാലും പ്രകൃതി നശിപ്പിക്കില്ല. അതൊക്കെ വെറും പുളുവാന്ന് പിടികിട്ടിയോ? ഇതിലൊരു പാഠമുണ്ട്. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് തന്ന പാഠമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാൻ ലോജിക്കൽ റീസണബിൾ ദൈവവിശ്വാസിയാണ്. ഈ കച്ചവടത്തെ ഞാൻ എതിർക്കുന്നു. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ.